അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക്. ഒരു ചെറിയൊരു സൂറത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ സൂറത്ത് ഓതിയാൽ ഇത് പതിവാക്കുന്നവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലും അവരുടെ ജോലിയിലും അവരുടെ വരുമാനത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ ദാമ്പത്യ ജീവിതത്തിലും അല്ലാഹു നല്ല ഉയർച്ച നൽകപ്പെടുന്ന ഒരു ചെറിയ സൂറത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ആ സൂറത്ത് എങ്ങനെയാണ് നമുക്ക് ഓതേണ്ടിയുള്ളത്, ആ സൂറത്തിന്റെ മഹത്വങ്ങൾ എത്രയാണ്. അപ്പൊ ഈ സൂറത്ത് നമ്മൾ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ ഓതിയാൽ അള്ളാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. ഈ സൂറത്തിനെ പറ്റി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ എനിക്ക് എത്രത്തോളം മഹത്വമുണ്ടോ അതിനേക്കാൾ മഹത്വമുണ്ട് ഈ ഒരു സൂറത്തിന്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിന് എത്രത്തോളം പൗരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിന് കൊടുത്തിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം മഹത്വങ്ങളുള്ള ഒരു സൂറത്താണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം ഇത് പാരായണം ചെയ്യാതെ മഹദി അവറുകൾ ഇരുന്നിട്ടില്ല. ഇത് പാരായണം ചെയ്യാത്തവർക്ക് വലിയ നഷ്ടമാണ്. അപ്പൊ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ സൂറത്താണ്. ഇത് പതിവാക്കുന്നവരുടെ കച്ചവടത്തിലും അവരുടെ ബിസിനസ്സിലും അവരുടെ ജോലിയിലും അവരുടെ വരുമാനത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ ദാമ്പത്യ ജീവിതത്തിലും അല്ലാഹു വിജയവും ഉയർച്ചയും നൽകുന്നതാണ്. അപ്പൊ ഈ സൂറത്ത് ഓതുമ്പോൾ അവരുടെ എല്ലാ മേഖലകളിലും ഉയർച്ച കിട്ടാൻ ഒരു കാരണമായവരും ഈ ഒരു ചെറിയ സൂറത്ത് ഇത് പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ നാം ചെയ്യുന്ന എല്ലാ മേഖലകളിലും പച്ചപിടിച്ച് കിട്ടാനും നമ്മുടെ തൊഴിലിലും ബിസിനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിലും മക്കളിലും അങ്ങനെ തുടങ്ങി എല്ലാത്തിലും ഉയർച്ച ആഗ്രഹിക്കുന്നവർ ഈ സൂറത്ത് നിത്യമായി ഓതണം. അല്ലാഹു നിങ്ങൾക്ക് വലിയ ഉയർച്ച നൽകുന്നതാണ്. ചില സൂറത്തുകൾ പല തവണയായിട്ടാണ് ഇറങ്ങിയത്, എന്നാൽ ഈ സൂറത്ത് ഒറ്റത്തവണയായിട്ടാണ് ഇറങ്ങിയത്. ഇനി നമുക്ക് നോക്കാം എപ്പോഴാണ് ഇത് ഓതേണ്ടിയുള്ളത്. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന ഈ സൂറത്ത് എപ്പോഴാണ് ഇത് ഓതേണ്ടിയുള്ളത്. ഇത് ഓതേണ്ടത് എല്ലാ നമസ്കാര ശേഷവും 7 തവണ വീതം ഓതിയാൽ അയാൾക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും 7 തവണ ഓതിയാൽ അദ്ദേഹത്തിന് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. മഹാരഥന്മാര് പറയുന്ന ഈ സൂറത്ത് പതിവാക്കുന്നവൻ അവനെ അല്ലാഹു ശത്രുക്കളിൽ നിന്ന് കാവൽ നൽകുന്നതാണ്. ഒരു ശത്രു അവനെ ഉപദ്രവിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ അല്ലാഹു അവന് കിട്ടുപടച്ചവൻ ഓരോ മുസീബത്തുകൾ അവൻ ഇറക്കി കൊടുക്കുകയാണ്. അപ്പൊ ഈ സൂറത്ത് ഓതുന്നവനെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അവൻ ഒരിക്കലും ശത്രുക്കൾക്ക് അവനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. പിന്നെ ഈ മഹാരഥന്മാര് പറയുന്ന ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ പതിവായി പാരായണം ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതം പച്ചപിടിക്കും. അതായത് അദ്ദേഹത്തിന് എവിടെയും ഉയർച്ച കിട്ടും, സ്ഥാനമാനങ്ങൾ കിട്ടും, സാമ്പത്തികമായി നല്ല ഉയർച്ച കിട്ടും, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും, നമ്മുടെ ദുനിയാവ് നല്ലതാകും, പിന്നീട് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകില്ല. അല്ലാഹു സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കി കൊടുക്കുമെന്ന് സാരം ഭാരതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം, ഈ സൂറത്ത് ഓതുന്ന വ്യക്തിയെ ഖബറിൽ കൊണ്ടുവച്ചാൽ ഒരു തരി ഇരുട്ട് പോലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഈ സൂറത്ത് ഓതി ഹദിയ ചെയ്താൽ അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കുന്നതാണ്. 6ാമതായി കിട്ടുന്ന നേട്ടം, ദുനിയാവിൽ തന്നെ ഈ വ്യക്തിക്ക് അല്ലാഹു ഖൈറിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ വിശാലമാക്കി കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, അനുഗ്രഹങ്ങളുടെ വഴികൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുന്നതാണ്. ദുനിയാവിലെ ഇഷ്ടമുള്ള എല്ലാ ഖൈറിന്റെ വാതിലുകളും അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. ശർറിന്റെ എല്ലാ കവാടങ്ങളും അല്ലാഹു അടയ്ക്കുന്നതാണ്. ഭാരതന്മാർ പിന്നെ നമുക്ക് പറഞ്ഞു തരുവാണ്, ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം 7 വട്ടം എല്ലാ നമസ്കാരത്തിന് ശേഷവും 7 വട്ടം എല്ലാ നമസ്കാരത്തിന് ശേഷവും പാരായണം ചെയ്താൽ സ്വർഗത്തിന്റെ വാതിൽ അദ്ദേഹത്തിന് തുറന്നു കൊടുക്കപ്പെടും. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്ത് ഓതുന്നവർക്കുണ്ട്. ഈ സൂറത്ത് ഓതുന്നവർക്ക് അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നുണ്ട്. മഹാരഥന്മാർ ഒരുപാട് മഹത്വങ്ങൾ പറയുന്നു. ഇനി ഈ സൂറത്ത് ഒരാൾ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ഒരു സൂറത്തിനെ 7 തവണ പാരായണം ചെയ്താൽ 7 തവണ പാരായണം ചെയ്താൽ ഏത് നിസ്കാരത്തിന് ശേഷമാണോ അയാൾ പാരായണം ചെയ്തത്, ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, നമ്മൾ നമസ്കരിച്ചാൽ
നിസ്കാരം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. നമ്മുടെ ഇഖ്ലാസിന്റെ കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന്റെ പാകപ്പിഴവുകൾ കൊണ്ടോ അല്ലാഹു സ്വീകരിച്ചില്ലെന്ന് വരാം. എന്നാൽ ഒരാൾ നമസ്കാരത്തിന് ശേഷം 7 തവണ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല വ്യക്തിയിൽ നിന്ന് ആ നമസ്കാരത്തെ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നാളെ മഹ്ശറിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ലാഹു ആ മഹ്ശറിൽ നമുക്കൊരു വിജയം കിട്ടാൻ കാരണമാണ് ഈ സൂറത്ത്. അപ്പൊ ഈ സൂറത്ത് ഇത്രയും നേരം ഈ സൂറത്തിന്റെ മഹത്വമാണ് പറഞ്ഞത്. ആ സൂറത്തെ നമുക്ക് നോക്കാം, സൂറത്ത് നസറാണ്. അപ്പൊ ഈ സൂറത്ത് നസറിന്റെ മഹത്വമാണ് പറഞ്ഞത്. ആ സൂറത്ത് ഞാൻ ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا وسبح بحمد ربك واستغفره إنه كان توابا. ഈ മഹത്തായ സൂറത്തിന്റെ മഹത്വമാണ് മുഅ്മിനീങ്ങളെ ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. അപ്പോൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾ എല്ലാവരും ഈ സൂറത്തൊക്കെ പതിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന സൂറത്താണ്. റബ്ബേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ അവർ കാരണമാക്കണേ അല്ലാഹ്. അപകടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകൾ എല്ലാം ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അതിൽ കടക്കാരുണ്ട്, അവിടെ കടങ്ങളൊക്കെ വീഴണേ അല്ലാഹ്. മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ പടച്ചവനെ. ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പലരും വാടക വീടുകളിൽ കിടക്കുന്നവരാണ്. അല്ലാഹുവേ, സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭവനങ്ങളുടെ പണികൾ അല്ലാഹുവേ പല ഭാഗങ്ങളിൽ തീരാനുണ്ട് റബ്ബേ. അതിനുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. അതിനുള്ള വഴി വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങൾ തുടങ്ങുന്ന ബിസിനസ്സുകളിലും ഞങ്ങൾ തുടങ്ങിയ ബിസിനസ്സുകളിലും എല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. അസൂയാലുക്കൾ അസൂയ തൊട്ടും മാരണക്കാരുടെ വാഹനത്തിൽ നിന്നും കൂടത്തിൽക്കാരുടെ കൂടത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും കള്ളന്മാരുടെ ഷർറുകളിൽ നിന്നും ചതിയന്മാരുടെ ചതികളിൽ നിന്നും വഞ്ചകന്മാരുടെ വഞ്ചനയിൽ നിന്നും പടച്ചവനെ സർവ്വ ഷർറുകളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. കേസുകളിൽ നിന്ന് കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള സകല രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له حق علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين يا رب العالمين. اللهم صل وسلم وبارك